ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ പേര് ചാന്ദിനി. ഞാൻ ഒരു റിട്ടയർഡ് ഹൈസ്കൂൾ മലയാളം അധ്യാപികയാണ്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ക്ലാസ് തുടങ്ങാം എന്ന് വിചാരിച്ചു. തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത്. അതെയല്ല ഇത്രയും. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് സ്കോളർഷിപ്പിൻ്റെ ഏതാനും ക്വസ്റ്റ്യൻസാണ്. നോക്കിക്കോളൂ. ഉദയസൂര്യസ്യ ദേശ, ഉദയസൂര്യൻ്റെ ദേശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജപ്പാനാണ്. കർണാടക സംഗീതസ്യ പിതാ കഹ, കർണാടക സംഗീതത്തിൻ്റെ പിതാവ് ആരാണ്? പുരന്ദരദാസഃ. കലാമണ്ഡല സ്ഥാപകഃ കഹ, കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കാളിദാസസ്യ രചനാ വൈശിഷ്ട്യം കിം, കാളിദാസൻ്റെ രചനാ വൈശിഷ്ട്യം എന്താണ്? ഉപമാ കാളിദാസസ്യ, അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം കൂടുതലും ഉള്ളത് ഉപമയാണ്. അതാണ് ഉപമാ കാളിദാസസ്യ. ശകവർഷ കഹ ആരബ്ധവാൻ, ശകവർഷം ആരാണ് തുടങ്ങി വെച്ചത്? കനിഷ്ക, കനിഷ്ക എന്നൊരു രാജാവ് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ശകവർഷം തുടങ്ങി വെച്ചത്. പഞ്ചമവേദം കിം, അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് ഏതാണ്? മഹാഭാരതമാണ് അഞ്ചാമത്തെ വേദം എന്ന് അറിയപ്പെടുന്നത്, മഹാഭാരതം. ഇനി കൃഷ്ണഗാഥ കഹ വിരചിതം, കൃഷ്ണഗാഥ കഹ, കൃഷ്ണഗാഥ ആരാണ് രചിച്ചത്? ചെറുശ്ശേരി മഹോദയഃ, ചെറുശ്ശേരി മഹോദയഃ. കൃഷ്ണഗാഥായാः അപരം നാമ കിം, കൃഷ്ണഗാഥയുടെ അപരം മറ്റൊരു പേരെന്താണ്? കൃഷ്ണനാട്ടം. അമരഘോഷസ്യ കർത്താ കഹ, അമരഘോഷത്തിൻ്റെ കർത്താവ് ആരാണ്? അമരസിംഹഃ. ബാല്യേ വിവേകാനന്ദസ്യ നാമ കിം, വിവേകാനന്ദൻ്റെ ബാല്യകാലത്തെ പേരെന്താണ്? നരേന്ദ്രഃ. നോബൽ പുരസ്കാരേണ പുരസ്കൃതഃ പ്രഥമഃ ഭാരതീയ കവി. നോബൽ പുരസ്കാരം എല്ലാവർക്കും അറിയാം അല്ലേ? അത് നമ്മുടെ ഭാരതത്തിൽ ഒരാൾക്ക് ആദ്യമായിട്ട് കിട്ടി. അത് ആർക്കാണ്? ശ്രീ രവീന്ദ്രനാഥ ടാഗോർ. ദക്ഷിണകാശി ഇത് വിഖ്യാതം മന്ദിരം എവിടെയാണ്? ദക്ഷിണകാശി എന്ന് പ്രസിദ്ധമായ ഒരു മന്ദിരമുണ്ട്. അതെവിടെയാണ്? കൊട്ടിയൂർ, കണ്ണൂരിലാണത്. കൊട്ടിയൂർ. പ്രഥമതയാ ഒളിമ്പിക്സ് പുരസ്കാരം പ്രാപ്തഃ ഭാരതീയ കായിക വിനോദഃ കഃ. പ്രഥമതയാ ഒളിമ്പിക്സ് പുരസ്കാരം, നമ്മുടെ രാജ്യത്തിന് ഒളിമ്പിക്സ് പുരസ്കാരം നേടി ആദ്യത്തെ, അതായത് ഭാരതീയ അങ്ങനെ ഒരു കായിക വിനോദത്തിനാണ് കിട്ടിയത്. എന്താണ് അത്? ആ സ്പോർട്സ് എന്താണ്? ഹോക്കി. ഹോക്കിക്കാണ് കിട്ടിയത് ആദ്യമായിട്ട്. സപ്തമി, ഇനി അടുത്ത ഗ്രാമർ പരമായിട്ടാണ്. സപ്തമി വിഭക്തി വിധായകം സൂത്രം കിം, സപ്തമി വിഭക്തി വിധായകം സൂത്രം ഏതാണ്? നിങ്ങളത് നല്ലോണം പഠിക്കുക. അത് പിന്നെ 7 വിഭക്തിയിലും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ സപ്തമി വിഭക്തിയിൽ വരുന്നതാണ് എന്താണ്? സപ്തമി അധികരണേ, അധികരണമാണ് സപ്തമി അധികരണേ. ഇനി ചതുർത്ഥി ആണെങ്കിൽ എന്താണ്? ചതുർത്ഥി വിഭക്തി വിധായകം സൂത്രം ഏതാണ്? സമ്പ്രദാനം. പിന്നെ തൃതീയ വിഭക്തി വിധായകമാണെങ്കിലോ കരണകാരക. അപ്പം അങ്ങനെ അതെല്ലാം നിങ്ങൾ നല്ലോണം നോക്കുക. അത് കഴിഞ്ഞിട്ട് ഋകാരസ്യ ഉച്ചാരണ സ്ഥാനം കിം, ഋകാരം എന്നുള്ളതിൻ്റെ ഉച്ചാരണ സ്ഥാനം, ആ ഉച്ചാരണ സ്ഥാനവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അഷ്ടാധ്യായിയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. അഷ്ടാധ്യായി ക്ലാസ്, അഷ്ടാധ്യായിയിൽ 77, 78, 79 ഈ ക്ലാസ്സുകളിലൊക്കെ അത് എടുത്തിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്, ഉച്ചാരണ സ്ഥാനങ്ങൾ. അപ്പോൾ ഇവിടെ ഋകാരസ്യ ഉച്ചാരണ സ്ഥാനം മൂർധായാണ്. കായാണെങ്കിലോ അകുഹ വിസർജനീയാം കണ്ഠഃ, കണ്ഠമാണ്. ഇച്ചുവശാനാം താലു, ഈ ഇകാരവും ചവർഗമൊക്കെ ഏതാണ്? താലു. അങ്ങനെ അത് നിങ്ങൾ അത് നല്ലോണം മനസ്സിലാക്കി വയ്ക്കുക. ഇച്ചുവശാനാം താലു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഋകാരസ്യ ഉച്ചാരണ സ്ഥാനം മൂർധ. സപ്തമി വിഭക്തി വിധായകം സൂത്രം സപ്തമി അധികരണി. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതുപോലെ നോക്കി വെക്കുക. ഇനി അടുത്ത് അന്തസ്ഥാഹാക്കി, അന്തസ്ഥങ്ങൾ ഏതാണ്? അപ്പം ഞാൻ പറഞ്ഞില്ല 77, 78 ഒക്കെ നോക്കുക, അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അന്തസ്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാം കൂടി ഇന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൽ ആണ്. പിന്നെ ഊഷ്മാഹാക്കെ, ഊഷ്മാക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഷ്, ഷ്, സ്, ഹ്,
പിന്നെ വർണ്ണാനാം സംയോജനം കുരുത. വർണ്ണം ഇങ്ങനെ തന്നിട്ട് അത് യോജിപ്പിക്കണം. അതെങ്ങനെയാണ് യോജിപ്പിക്കുന്നത് മനസ്സിലാക്കാം, നോക്കിക്കോളൂ എങ്ങനെയാണെന്ന്. ആദ്യം ച് ആ എന്ന് പറയുമ്പോൾ ചായ ആയില്ലേ, ചായ ആയി. പിന്നെ മ് പ പ് ആയാമം പായ, ചമ്പ ചമ്പ. പിന്നെ ക് പ്ലസ് ആ ക, ചമ്പക. വിസർഗം ചമ്പക. ഇതാണ്, ഇങ്ങനെയാണ് എഴുതേണ്ടുന്നത്. അതുപോലെ വർണ്ണ വിയോജനം, വർണ്ണം സ്പ്ലിറ്റ് ചെയ്താണ്. എങ്ങനെയാണ്? ഛ എന്ന് പറയുമ്പോൾ ഛ് പ്ലസ് ആയല്ലേ, അപ്പം ഛ പ്ലസ് തൃ എന്ന് പറയും. ത്ര എന്ന് പറയുമ്പോൾ ത് പ്ലസ് ര് പ്ലസ് പിന്നെന്താണ് ഇവിടെ ദീർഘ ഒരു ആയുണ്ടല്ലേ, ആ ഛാത്ര. പിന്നെ വിസർഗം പ്ലസ് വിസർഗം, ഇങ്ങനെയാണ് വരുന്നത്. ഛാത്രാഹ, ഛാത്രാഹ. അടുത്ത സന്ധിം കുരുത, സന്ധി ചെയ്യുക. ഇങ്ങനെ തന്നിട്ട് അത് ഒന്നിച്ചെഴുതുക. വിനാ പ്ലസ് അഭി, വിനാ പ്ലസ് അഭി, വിനാഭി. ദീർഘമാണ് വരുന്നത്, സവർണ ദീർഘം. വിനാഭി, വിനാ പ്ലസ് അഭി, വിനാഭി. വിനാ പ്ലസ് അഭി, വിനാഭി എന്ന് വരുന്നു. എങ്ങനെ നോക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ ചോദിക്കാം. ഛാത്ര എന്ന് പറഞ്ഞാൽ ച് പ്ലസ് ആ പ്ലസ് ഓരോ നോക്കി എഴുതാം. ത് പ്ലസ് ര് പ്ലസ് ആ പ്ലസ് വിസർഗം. ഈ രീതിയിൽ എഴുതാം. പിന്നെ തിരിച്ചെഴുതാനാണ് ഞാൻ ഈ പറഞ്ഞത്, തിരിച്ചെഴുതുന്നത്. ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കുക, മറ്റേതിനകത്ത് നോക്കുക, അതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്.